ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം. ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുമോ? മതി. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലോചനയാണ്. കർത്താവായ യേശു ക്രിസ്തു പല ഉപമകളിലൂടെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. പല കാര്യങ്ങൾ മനുഷ്യരെ മനസ്സിലാക്കി തരുവാൻ വേണ്ടി കർത്താവ് വളരെ ലളിതമായിട്ടാണ് ദൂതുകൾ ഓരോരുത്തരുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കർത്താവ് അങ്ങനെ ഇരിക്കെ കർത്താവ് പല ഉപമകൾ പ്രസ്താവിക്കുമ്പോഴാണ് നമുക്കറിയാം, ഒരു ഇടയന് 100 ആട് ഉണ്ടെന്നിരിക്കട്ടെ, അവയൊന്ന് കാണാതെ പോയി. ഇങ്ങനെയൊക്കെ കർത്താവ് അത് പറയാൻ കാരണം അതിൻ്റെ പിന്നിൽ ഒരു വലിയ ഉദ്ദേശമുണ്ട്. സ്തോത്രം. ഒരു വലിയ അത്ഭുതമുണ്ട്. സ്തോത്രം. ഇവിടെ നോക്കണം, ഒരു സ്ത്രീയെ കുത്തി പറഞ്ഞിരിക്കുന്നത് ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടെന്ന് ഇരിക്കട്ടെ. അതായത് പഴയ നിയമ കാലഘട്ടത്തിൽ വിവാഹം നിശ്ചയിക്കപ്പെട്ട ആ സ്ത്രീയുടെ അടുക്കൽ വരനായിരിക്കുന്നവൻ അല്ല പുരുഷനായിരിക്കുന്നവൻ വന്ന് 10 ദ്രഹ്മപ്പണം കൊടുക്കും. അവൻ എപ്പോ വരുമെന്ന് അറിയത്തില്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അവൻ വരും. സ്തോത്രം. അവൻ വരുമ്പോൾ അവൻ ഈ 10 ദ്രഹ്മപ്പണം കാണിച്ചാൽ മാത്രമേ ആ വിവാഹം നടക്കത്തുള്ളൂ. സ്തോത്രം. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ആ കർത്താവ് ഉദാഹരണം പറഞ്ഞപ്പോൾ അവിടെ ആ സ്ത്രീയുടെ അവസ്ഥ തൊട്ട് താഴേക്ക് പറയുന്നുണ്ട്, അതിലൊന്ന് നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം. നമുക്കറിയാം വിവാഹം നിശ്ചയിക്കപ്പെട്ട വ്യക്തിയുടെ ആ മാനസിക അവസ്ഥ, കാരണം അതിലൊന്ന് നഷ്ടമായിരിക്കുക. പക്ഷേ അവൾ എന്ത് ചെയ്തു? വിളക്ക് കത്തിച്ചു, വീട് അടിച്ചു വാരി. സ്തോത്രം. അത് സൂക്ഷ്മതയോടെ അന്വേഷിക്കാതെ ഇരിക്കുമ്പോൾ ഞാൻ പറയുന്നു, അമ്മേ സ്തോത്രം, ദൈവത്തിന്റെ സന്നദ്ധിയിൽ നഷ്ടപ്പെട്ടു പോകുന്നതിനെ തിരിച്ചു പിടിക്കുവാൻ ഒരു പ്രാർത്ഥന എന്ന വെളിച്ചം നമ്മളിൽ ഉണ്ടാകണം. സ്തോത്രം. എന്തെല്ലാം വന്നാലും ഒരു വലിയ വിശ്വാസമാണ് നമ്മെ വഴി നടത്തുന്നത്. സ്തോത്രം. ഒരു പ്രാർത്ഥന എന്ന വിശ്വാസം എന്ന ഒരു വലിയ തീപ്പന്ത നമ്മുടെ ഉള്ളിൽ കത്തിയാൽ നമ്മുടെ നഷ്ടപ്പെട്ടതിനെ ഒക്കെ എന്ത് ചെയ്യാം? മടക്കി പിടിക്കാൻ കഴിയും. സ്തോത്രം. ഈ സ്ത്രീ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. പഴയ നിയമ കാലഘട്ടം എടുക്കുമ്പോൾ നമുക്കറിയാം വിവാഹം നിശ്ചയിക്കപ്പെട്ടവരുടെ വലിയ സന്തോഷമാണ്. ഓടി എല്ലാവരും അന്ന് വിവാഹം നിശ്ചയിക്കപ്പെട്ട അനുഭവത്തിൽ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കും. പക്ഷേ ഈ ദ്രഹ്മപ്പണം നഷ്ടപ്പെട്ടു പോയി എന്നറിയുമ്പോൾ, വിവാഹം നടക്കത്തില്ലെന്നറിയുമ്പോൾ ഓൾറെഡി അവരെ എല്ലാവിധത്തിലും അവഹേളിക്കപ്പെടും. സ്തോത്രം. അവർ വളരെ വേദനയോടെ കടന്നു പോകും. സ്തോത്രം. പക്ഷെ പറയട്ടെ, ഈ നഷ്ടപ്പെട്ടു പോയെന്ന വിവരം ഇവൾ ആരോടും പറഞ്ഞില്ല. സ്തോത്രം. ഈ നഷ്ടപ്പെട്ടു പോയ വിവരം പറഞ്ഞാൽ ഉണ്ടാകുന്ന അവഗണനയെ അവൾ പൂർണ്ണമായി ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ട് അവൾ ആദ്യം എന്ത് ചെയ്തു? വിളക്ക് കത്തിച്ചു, വീടെന്ത് ചെയ്തു? അടിച്ചു വാരി. സ്തോത്രം. അപ്പൊ വിളക്ക് കത്തിച്ചപ്പോൾ വീടിന്റെ അന്തരീക്ഷം വളരെ സ്തോത്ര വേദനാജനകമായ അനുഭവമാണ്. അവൾ അതിനെ അടിച്ചു വാരി അതിനെ സൂക്ഷ്മതയോടെ അന്വേഷിച്ചപ്പോൾ കാണാതെ പോയ ദ്രഹ്മയെ കണ്ടുകിട്ടിയിരിക്കുന്നു. അത് കഴിഞ്ഞാണ് അവൾ ആ കൂട്ടുകാരികളെ വിളിച്ചു പറഞ്ഞു, ഈ ദ്രഹ്മപ്പണം കാണാതെ പോയിരുന്നു, പക്ഷെ എന്തേ ഞാൻ അന്വേഷിച്ചു കണ്ടെത്തിയിരിക്കുന്നു, എന്നോടുകൂടെ സന്തോഷിപ്പീനെന്ന് പറഞ്ഞു. സ്തോത്രം. നമുക്കറിയാം പത്രോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ സുവിശേഷ വേലയ്ക്ക് വിളിക്കുമ്പോൾ തന്നെ ആ സുവിശേഷ വേലയെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ആ പത്രോസിനെ കൊണ്ട് ആ പടകറിയാം മുഴുവനും എന്തായിരുന്നു? ശൂന്യമായ പടകായിരുന്നു. ആ ശൂന്യമായ പടകുമായ പത്രോസ് അവിടെ ആയിരിക്കുമ്പോൾ തന്നെ അവ യേശു കടന്നു എന്ന് പത്രോസിന്റെ പടക് മേടിച്ച് പ്രസംഗിക്കുവാൻ തുടങ്ങി. സ്തോത്രം. ആ പ്രസംഗം കഴിഞ്ഞ ശേഷമാണ് ആ വല വിരിച്ച് ആ മീനെ മുഴുവനും വലിച്ചെടുക്കുന്നത്. സ്തോത്രം. ആ പടക് മുഴുവൻ നിറഞ്ഞ ശേഷം പത്രോസ് പറയുന്നു, ആ പടക് വലിച്ചെടുക്കാൻ വേണ്ടി അവൻ അയൽവക്കത്തുള്ള പടകുകളെയൊക്കെ എന്ത് ചെയ്തു? വിളിച്ചുകൂട്ടി. ഇതൊരു ദൈവ വിളിയുടെ ഉറപ്പാണ്. സ്തോത്രം. തന്റെ കയ്യിൽ ലഭ്യമാകുന്ന നന്മയെ മറ്റുള്ളവർക്ക് വേണ്ടി പകരം കൊടുക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം അതൊരു മറുവിലയായി കൊടുത്തതുപോലെ നമ്മളിൽ ഏൽക്കുന്ന യഥാർത്ഥ സുവിശേഷീകരണം അത് നമുക്ക് മാത്രം സ്വാതന്ത്ര്യമല്ല, അത് മറ്റുള്ളവർക്കും കൂടെ കൊടുക്കുവാനുള്ള അതിനെയാണ് ദൈവകൃപ എന്ന് പറയുന്നത്. സ്തോത്രം. നഷ്ടപ്പെട്ടു പോകുന്ന ഈ കാലഘട്ടത്തെ സ്നേഹബന്ധങ്ങളാണ്. സ്തോത്രം. സ്നേഹം, ക്രിസ്തുവിൽ വിളിക്കുന്ന ആ സ്നേഹം, കർത്താവ് പറഞ്ഞു എല്ലാം ഒരു തെറ്റ് നിന്നയിലോട്ട്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഒരു കുറവ് എന്താ? ആദ്യ സ്നേഹം
വിട്ടുകളഞ്ഞ്, ഞാൻ പറയട്ടെ, അത് എപ്പോ വെളിപ്പെട്ടോ നഷ്ടപ്പെട്ടതൊക്കെ നിന്റെ പിന്നാലെ വരും. സ്വത്രം. എവിടെല്ലാം തകർന്നു പോയി ആ വെളിച്ചം നിന്റെ ഉള്ളിൽ ഉദിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ ആമേൻ നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങളൊക്കെ നിന്നെ തേടി ഇറങ്ങുമോ. സ്വത്രം. ഒരു ദൈവപ്രവൃത്തി നിന്നെ തേടി ഇറങ്ങുക. കാരണം ഇത് സ്നേഹമാണ്. സ്വത്രം. യേശുക്രിസ്തു പറഞ്ഞു, എല്ലാത്തിൻ്റെ ഉപരി ഏറ്റവും വലിയ കൽപ്പന എല്ലാവരെയും തമ്മിൽ സ്നേഹിക്കിൻ. ആ സ്നേഹം എപ്പോ വെളിപ്പെടുന്നോ ആ നിമിഷം മുതൽ നഷ്ടപ്പെട്ടതൊക്കെ നിന്നെ തേടിയിറങ്ങും. ആ സ്നേഹമാണ് നമ്മെ വിടുവിക്കുവാനിടയായി തീർന്നത്. യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശ് കാണുമ്പോൾ നമുക്കറിയാം, എബ്രായ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം പറയുന്നു, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്കോഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കാൻ. സ്തോത്രം. നമുക്കറിയാം യേശു ക്രിസ്തുവിന്റെ ആ ക്രൂശീകരണത്തെ കുറിച്ച് പറയാം. ആ സ്നേഹമാണ് അവിടെ എന്ത് ചെയ്ത് വെളിപ്പെടുത്തിയത്. ആ സ്നേഹം ഒരിക്കൽ യേശുവിന്റെ ക്രൂശ് സമയത്ത് ഒരു ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു കുറേനക്കാരനായ ശീമോൻ. സ്തോത്രം. അദ്ദേഹം ഈ ആരവം കണ്ടു എന്താണെന്ന് അറിയാൻ വേണ്ടി കയറി വന്നതാ. പെട്ടെന്ന് പടയാളി ഒരാൾ നിർബന്ധിച്ചു ഈ ക്രൂശ് ചുമക്കുവാൻ. സ്തോത്രം. ഞാൻ പറയട്ടെ, അവൻ ആ ക്രൂശ് ചുമക്കുക മാത്രമല്ല, യേശുവിൽ നിന്ന് ഒഴുകുന്ന ആ രക്തമുണ്ടല്ലോ, അത് അവന്റെ ശരീരത്തിലൂടെ അങ്ങ് ഒഴുകാൻ തുടങ്ങി. സ്തോത്രം. അവന്റെ ജീവിതത്തിലൂടെ അത് ഒഴുകിയിറങ്ങാൻ തുടങ്ങി. അവൻ യേശുവിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, യേശുവിനെ പറ്റി ഒന്നും അറിയത്തില്ല. പക്ഷേ ആ സമയത്ത് ആരോ നിർബന്ധിച്ച് ചെയ്യപ്പെട്ട അനുഭവത്തിൽ ഇതാ അവന്റെ മേൽ ഒഴുകിയ രക്തം അവന്റെ പാരമ്പര്യ ബന്ധനം വരെ പൊട്ടിച്ചു കളഞ്ഞു. അവൻ കുടുംബത്തിൽ കയറി ചെന്നപ്പോൾ ഇന്നലകളിൽ അവന്റെ പാരമ്പര്യ ബന്ധനത്തിന്റെ ചെങ്ങല പൊട്ടിച്ചെറിഞ്ഞു. സ്വത്രം. അലസാന്ദ്രും രൂപോസ് എന്ന് പറയുന്ന 2 മഹാ വ്യക്തികൾ അവന്റെ കുടുംബത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നത്. സ്വത്രം. ഇന്ന് മകൾക്കാലം പറയുന്ന ആ രക്തമാണ് നമ്മളെ വിടുവിക്കുന്നത്. ഏത് പ്രതികൂലത്തിന്റെ അകത്തളത്തിൽ ഇരിക്കുന്ന ദൈവമക്കളെ, ആ പ്രതികൂലത്തിന്റെ അകത്തളത്തിൽ ദൈവം നിന്ന് ഈ രക്തം കൊണ്ടുവരും. ഈ രക്തത്തിന് ഒരു പ്രത്യേകത ദൈവദാസൻ പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം പോലെ നമുക്കറിയാം, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ഒരു രക്തത്തിന്റെ കുടുംബത്തിലുണ്ട്. ആ രക്തത്തിന്റെ മുദ്ര വെച്ച പൈശാചിക ബന്ധനങ്ങൾ പൊട്ടി മാറും. പാരമ്പര്യ ബന്ധനങ്ങളുടെ കേട്ടുപോകും. ആ രക്തം സംസാരിക്കാൻ തുടങ്ങുക. നിന്റെ ജീവിതത്തെ പുറത്തു കൊണ്ടുവരാൻ പോവുക. നിന്റെ ഗതികേടുകളെ പൊട്ടിക്കാൻ പോവുക. ആരും ആശ്രയമില്ലെന്ന് പറയുമ്പോ ആ കാൽവരി രക്തം നിനക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങുക. ഏതോ പാരമ്പര്യത്തിൽ അകപ്പെട്ടു പോയ നിന്റെ ജീവിതത്തെ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുക. ആ രക്തം വീണ്ടെടുത്ത് നിർത്തിയ പിന്നെ ആര് ചോദിച്ചാലും നീ ഭയപ്പെടണ്ട. സ്വത്രം. കാരണം പൗലോസ് ചങ്കുറ്റത്തോടെ പറയുന്നു, ഞാൻ ആരെയെ വിശ്വസിക്കുന്നു, ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി എന്ന് പറയണമെങ്കിൽ ഈ രക്തം നമ്മുടെ ഉള്ളിലുണ്ടായിക്കട്ടെ. പറയാൻ അപവാദങ്ങളും നിന്ദകളും ഒറ്റപ്പെടലും കുറ്റപ്പെടുത്തലും മാറ്റി നിർത്തലും ഒരുപാടുണ്ടാകും. പക്ഷെ നീ പറയട്ടെ, ഒന്നിനുകൊണ്ടും നീ ഭാരപ്പെടണ്ട. കർത്താവ് എപ്പോഴും പറഞ്ഞു, നീ ധൈര്യപ്പെട്ടോളാൻ. സ്വത്രം. ഈ രക്തം നിന്റെ കുടുംബത്തിൽ വെളിപ്പെടാൻ പോവുക. അന്യായമായി നിന്നെ ഒതുക്കുന്ന പ്രശ്നത്തെ മേൽ ഈ രക്തം സംസാരിച്ചു തുടങ്ങട്ടെ. അത് നിന്നെ തടയുന്ന നന്മകൾക്കെതിരെ ഈ രക്തം സംസാരിച്ചു തുടങ്ങട്ടെ. നിന്നെ ഒതുക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ ഈ രക്തം സംസാരിച്ചു തുടങ്ങുക. യേശുവിന്റെ രക്തം അത് ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി. മനുഷ്യർ പറഞ്ഞാൽ തീരുമാനം ഉണ്ടാകത്തില്ല. അറിവും വിദ്യാഭ്യാസവും ഉള്ളവൻ പറഞ്ഞാൽ ഈ കാര്യത്തിന് തീരുമാനമില്ല. പക്ഷെ യേശുവിന്റെ രക്തം സംസാരിക്കാൻ തുടങ്ങിയാൽ നിന്റെ പ്രശ്നത്തിന് തീരുമാനമാണ്. അത് എങ്ങനെ വെളിപ്പെടണമെന്ന് അറിയാം. നീ ആ വിഷയത്തെ ചൊല്ലി ഭാരപ്പെടണ്ട. നിന്റെ വിഷയം സംസാരിക്കാൻ, കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവൻ യേശുവിന്റെ രക്തമാണ്. ആ രക്തം ഇന്ന് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസരം നൽകിയ ദൈവദാസന് സഭയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ താണിരിക്കുന്നു. ഈ വചനത്താൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം.